മാറി നിൽക്കടാ മുമ്പിന്ന്. എന്റെ കൈക്ക് പണി ഉണ്ടാക്കരുത്. മാന്തിയിടും ഞാൻ മണ്ണിന് കൂടെ. എന്നാ മാന്തടാ. ഇവൻ നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടേ പോവും. തൊണ്ട നനയ്ക്കാൻ ഇച്ചിരി വെള്ളം കിട്ടുന്ന നീരറിവേലും മണ്ണ് കൊണ്ടിടാൻ ഞാൻ സമ്മതിക്കും. നിന്റെ സമ്മതം ആർക്ക് വേണോടോ? നിനക്ക് പരാതി ഉണ്ടെങ്കിൽ നീ പോലീസ് സ്റ്റേഷനിൽ പോയി പറ. ഒരു പ്രകൃതി സ്നേഹി വന്നിരിക്കുന്നു. കാലിന്റെ അടി കിടക്കണം മണ്ണൊലിച്ചു പോയാലും ഇവിടെ ആർക്കും പരാതി ഉണ്ടാവില്ല. എല്ലാവരുടെ അണ്ണാക്കിൽ പണം തിരികെ വെച്ചേക്കല്ലേ. കുറെ നാളായി നീ ഇതിന്റെ മുന്നിൽ കിടന്ന് വേഷം കെട്ടാൻ തുടങ്ങിയിട്ട്. നിന്റെ ഭ്രാന്തി ഞങ്ങൾ മാറ്റുവാൻ എന്താ കാണോ? നിനക്ക് മണ്ണെടുക്കാൻ സമ്മതിക്കില്ല, മണലെടുക്കാൻ സമ്മതിക്കില്ല, പാറ പൊട്ടിക്കാൻ സമ്മതിക്കില്ല. പിന്നെ ഇവിടെ വീടും കെട്ടോടൊക്കെ നിന്റെ അപ്പം വന്ന് കെട്ടിപ്പോക്കോളൂ. കളിയാക്കണ്ട, നീയൊക്കെ അനുഭവിക്കും. സൂക്ഷിക്കണം, അവരെന്തും ചെയ്യാൻ മടിക്കാത്തവരാ. ഞാൻ കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അവർക്ക് എന്നെ കൊല്ലാനേ കഴിയുള്ളൂ, തോപ്പിക്കാൻ കഴിയില്ല. അങ്ങനെ തോക്കുന്നവനല്ല അനന്തൻ. ആരില്ലെങ്കിലും അനന്തേന്റെ കൂടെ ഞാനുണ്ടാവും. അനന്തേന്റെ നല്ല പ്രവൃത്തികൾ നാളെ ജനം തിരിച്ചറിയും. എനിക്കൊരു ഇന്റർവ്യൂ വേണം, കുറച്ച് ഫോട്ടോസും. അന്നത്തെ പേപ്പേഴ്സ് ഒക്കെ ഞാൻ ഡൽഹിക്ക് അയച്ചിട്ടുണ്ട്. നല്ല ഒപ്പീനിയൻസാ വരുന്നത്. ഇന്റർവ്യൂ? അതൊന്നും വേണ്ട, അതിനു മാത്രം വലിയ ആളൊന്നുമല്ല ഞാൻ. ആര് പറഞ്ഞു വലിയ ആളല്ലാന്ന്? കത്തുന്ന സൂര്യന്റെ മുമ്പിൽ മെഴുതിരിയുടെ പ്രകാശം ചെറുതാ. പക്ഷെ അനന്തേട്ടനെ പോലെ 1000 മെഴുതിരികൾ കത്തുമ്പോ അത് വലിയൊരു പ്രകാശമാവും. ആ പ്രകാശം നാളെ ഒരാളെങ്കിലും തിരിച്ചറിയും. കേക്കാൻ നല്ല സുഖമുണ്ട്. കൊള്ളോ ഹിമാറെ, ഓന്റെ ഉമ്മാനെ സഞ്ചി സൈക്കിളും. കുറെ നാളായി നിന്നെ ഞങ്ങൾ നോക്കി വെച്ചിട്ട്. നീ ഞങ്ങൾ ചോദിച്ചു നടക്കുമ്പോ നിന്റെ കീഴ്നാവി ഞാൻ കലക്കും. പ്രകൃതി സ്നേഹി വന്നിരിക്കുന്നു. ഒരു 2 അതെ, നിന്റെ പ്രകൃതി സ്നേഹിനെ നാട്ടുകാരെടുത്തിട്ട് പൊതിക്കുന്നുണ്ട്. എവിടെ? ആ മൺപാതയില്. ഞാൻ കൊടുക്കാം. മുട്ടുകാലിടേണ്ടി വരും. നമ്മൾ നല്ലോണം കൊടുത്തോളി. അയ്യോ തല്ലരുത്, നിന്നോടല്ലട തല്ലരുത്. പത്രക്കാരി ഉണ്ടെന്നുള്ളതിന്റെ അഹങ്കാരം. പന്നീന്റെ മോനെ. സൈക്കിള് നിന്നെ ഞങ്ങൾ എടുത്തോളാടി. പോടാ. നല്ല നീരുണ്ട് കേട്ടോ. വരാനുള്ള വഴി തങ്ങില്ല. അത് ടാക്സി വിളിച്ചിട്ടാണേലും വരും. വരും വരും. പെങ്ങള് നന്നായി പിഴിഞ്ഞു കൊടുക്ക്. നെഞ്ചും പുറവും കലങ്ങിയിട്ടുണ്ടാവും. അറിയാഞ്ഞിട്ട് ചോദിക്ക, എന്താ തന്റെ ഉദ്ദേശം? തല്ലുകൊണ്ട് ഞാൻ തന്നെ തീരുമാനിച്ചോ? തന്റെ വലിയ പ്രകൃതി ദാനശീലനൊക്കെ ആയിരുന്നല്ലോ. എന്നിട്ട് എന്തായി? ചത്തപ്പ ആരെങ്കിലും തിരിഞ്ഞു നോക്കിയോ? അതുകൊണ്ട് തൽക്കാലം എന്റെ മോൻ പ്രകൃതി ഒന്നും കാണിക്കണ്ട. അളിയന് വേറെ പണിയൊന്നുമില്ലേ? എന്തോ? വെറുതെ എന്റെ മേലെ കുതിര കയറാൻ നിൽക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ പണി നോക്കിപ്പോ. തുടങ്ങി കീരിയും പാമ്പും പോലെ. ഒന്ന് നിർത്തോ?
അനന്തേട്ടാ, ഐ ഡോണ്ട് നോ, സത്യത്തിൽ എനിക്കിപ്പോ ഇത് കാണുമ്പോൾ ഐ ഫീൽ റിയലി സാഡ് ഫോർ ദിസ് ഗ്രേറ്റ് ഫാൻഡം റോക്ക്. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ നിന്ന് ടൂർ വന്നാൽ ഞാൻ ഓർക്കുക, അന്ന് ഇവിടെ എന്തൊരു പച്ചപ്പായിരുന്നു. മഴ നനഞ്ഞു കിടക്കുന്ന ഫാൻഡം റോക്കിനെ കാണാൻ എന്ത് രസമായിരുന്നു അല്ലേ. ഇനി ഇതും അധികകാലമൊന്നും ഉണ്ടാവും തോന്നില്ല. കാവൽ നിൽക്കേണ്ടവർ കള്ളന്മാരാകുമ്പോ പ്രകൃതി വിൽപ്പനച്ചരക്കാവുന്നു. ഇവിടെയാണ് പ്രകൃതി സ്നേഹികളുടെ നാവ് നിശ്ചലമാകുന്നത്. ഈ മലയുടെ നെഞ്ചു വെട്ടിപ്പൊളിക്കുന്നവർ അനുഭവിക്കും, അത് ഉറപ്പാ. ഒബാമ ഇങ്ങോട്ട് വന്നാലും മോഡി അങ്ങോട്ട് പോയാലും അച്ഛമാമ ഇറങ്ങിപ്പോയാലും നമുക്കെന്താ? അത് നിന്റെ കയ്യിലിരിപ്പിന്റെ ഗുണം കൊണ്ട് നിനക്ക് തോന്നണതാ. എടാ, കുടുംബത്തിരിക്കുന്ന പെണ്ണുങ്ങളെ തൊഴിലുറപ്പിന്റെ പണിക്കും വിട്ട് ആ കിട്ടണ കാശിന്റെ കറയും പറ്റി ഇവിടെ കുത്തിയിരുന്ന് കരക്കാരെ പരദൂഷം പറയാണ്ട് നിനക്കൊക്കെ പണിക്ക് പോക്കോട്ടെ. ഒലക്കെ പോവും. ഇതിലും വലിയ പെരുന്നാൾ എന്നിട്ട് പാപ്പ പള്ളിക്ക് കേട്ടില്ല. എന്നിട്ട് അപ്പ വെറുതെ അല്ല നീ ഗതി പിടിക്കാം. ഒരു ചായ, മധുരം കുറച്ച്. കാട്ടുമൃഗങ്ങളുടെ പേരും പറഞ്ഞ് കാലാകാലങ്ങളായി ജനങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരുന്ന റോഡ് വല്ല കാക്കയുടെയോ പൂച്ചയുടെയോ ഒക്കെ പേരും പറഞ്ഞ് ഇവനെ പോലുള്ളവർ അടപ്പിച്ചു. എന്നിട്ട് എന്തുണ്ടായി? കള്ളന്മാർക്കും കൊള്ളക്കാർക്കും സഞ്ചരിക്കാൻ ഒരു വഴി. ചായ വേണ്ട. പറഞ്ഞത് മൂപ്പർക്ക് ഇഷ്ടായിട്ടില്ല. ഭ്രാന്ത് മൂത്ത് നിക്കുക. ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര്? ആ ചായന്റെ കാശും പോയി. വെള്ളം നനച്ചിട്ടൊന്നും കാര്യമില്ല അനന്തേട്ടാ. ക്യാബേജ് കിടക്കുന്ന കണ്ടില്ലേ, ആട്ടങ്ങ പോലെ. കളിയാക്കണ്ട. നിനക്കൊക്കെ കണ്ടോര് കൊണ്ടിരുന്ന വിഷം തളിച്ച പച്ചക്കറി തിന്നാനല്ലേ യോഗം. രാവിലെ തന്നെ ചൂടാവണ്ട. എന്നാ നീ നിന്റെ പണി നോക്കിപ്പോ. ചെടികളോട് കാണിക്കുന്ന സ്നേഹം മനുഷ്യരോട് കാണിക്കില്ല. അല്ല മാഷെ, ബീറും കുപ്പിയൊക്കെ എടുക്കോ? ബീറും കുപ്പിയോ? ഞാൻ ചുമ്മാ ഒന്ന് ആക്കിയതല്ലേ അയാളെ. വട്ട് കേസാ. എന്താ ഇപ്പൊ ഈ വഴിക്ക് കാണാനില്ലല്ലോ? തിരക്കായിരുന്നു. വാ ഇരിക്ക്. അനന്തേട്ടാ, ആതിര വന്നിരിക്കുന്നു. ഹായ്. ഹായ്. ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നോ? ആണോ? ഞാൻ ശ്രദ്ധിച്ചില്ല. ഇരിക്കോ. ഓ, ബുക്കോ? ഡെത്ത് ഓഫ് ഗ്രീൻ കിട്ടിയിട്ടില്ല. പകരം ഒപ്പന്റെ കൗളിന്റെ ലിവ് ഗ്രീനും സ്റ്റീഫൻ ജോൺസന്റെ എർത്തും കിട്ടിയിട്ടുണ്ട്. താങ്ക്സ് ഒന്നും വേണ്ട. വായിച്ചു കഴിഞ്ഞാൽ ജോൺ സാറിന് തിരിച്ചു കൊടുത്താ മതി. ഓ ഷുവർ. കുടിക്കാൻ എന്താ എടുക്കണ്ടേ? വേണ്ട, കുറച്ച് തിരക്കുണ്ട്. പോകുന്ന വഴിക്ക് അന്ന ടീച്ചർ എന്ന് കാണണം.
ആ അനന്തനോ? ഞാൻ വിളിക്കാൻ വേണ്ടിയിരിക്കായിരുന്നു. ദാസേട്ടൻ പറഞ്ഞതല്ലേ അന്ന്, സർവസുഗന്ധിയും നാട്ടുമാവും രണ്ടും കിട്ടിയിട്ടുണ്ട് ദാസേട്ടാ. ഇതാ. നീ കൊണ്ടുവരുന്നൊക്കെ ശരി തന്നെയാ, പക്ഷെ പൈസ വാങ്ങിക്കണം. പൈസക്കൊന്നും അല്ല ദാസേട്ടാ, ഒരു മരം, ഒരു വീടിന് ഒരു തണൽ, അത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എന്നാലും ചെലവൊക്കെ നടക്കണ്ടേ അനന്ത? സൈക്കിളില് പെട്രോളും ഡീസലൊന്നും അടിക്കണ്ടല്ലോ ദാസേട്ടാ. നീ അന്ന് മഹാഗണി നന്നായി പിടിച്ചു, കൊന്ന നന്നായി വന്നതാ. അപ്പോഴേക്ക് ആ ജാനുവും ജാടും മുഴുവൻ കടിച്ചു നിന്നു. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം നീ വരുമ്പോ ഒരു കൊന്നത്തൈ കൂടി കൊണ്ടുതരണം. അതിനെന്താ? പോണ വഴിക്ക് സുഖേട്ടന്റെ വീട്ടിലൊന്ന് കയറണം. ഓ എന്നാ ശരി. ഇക്കാലത്ത് ഇങ്ങനെയുണ്ടോ മനുഷ്യരെ? ഹലോ, അത് ശരി, ഞാൻ വരാം. വൈകുന്നേരം എത്തിക്കോളാം. വൈകുന്നേരം എത്താം. നീ ഒരു 3 കിലോ വാങ്ങി വെച്ചോ. ഞാൻ എത്തിക്കോളാന്നേ. ഒരു 1000 കിലോ വെക്കുന്ന എനിക്കാണോ ഒരു 10 കിലോ ബിരിയാണി വെക്കാൻ മണി? ഒരു 4 ആവ് വെള്ളം കൂടി എടുക്കാനുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് എത്തും. എത്തിക്കോളാം വീരാനെ, ഞാൻ എത്തുമെന്ന് പറഞ്ഞില്ലേ. ഈ ഇറച്ചിയെന്ന് കഴിയൊക്കെ ഓൻ്റെ ഒരു 3 കിലോ കോഴി. സുഹൃത്തെ, ഉപയോഗിച്ചതിന് ശേഷം ആ പൈപ്പ് അടച്ചു വെച്ചൂടെ? വെള്ളം അമൂല്യല്ലേ? താൻ ആദ്യം പോയി ആ മുല്ലപ്പെരിയാറിന് ലീക്ക് അടക്കടോ. കളിയാക്കണ്ട. വെള്ളത്തിന് വേണ്ടി തല്ലിച്ചാവുന്ന ഒരു കാലം ഇവിടെ വരും. അങ്ങനെ അങ്ങ് ചാവുകയാണെങ്കിൽ ചാവട്ടോ. അപ്പൊ ഞമ്മളേ കായ് കൊടുത്ത് ബോട്ടിൽ വെള്ളം വാങ്ങി കുടിക്കും. എന്തേ? ഇപ്പോഴും അതൊക്കെ തന്നെയാണല്ലോ നടക്കുന്നത്. 1 ലിറ്റർ പെട്രോളിനെക്കാട്ടും വില നിങ്ങളൊക്കെ വെള്ളത്തിന് കൊടുത്തു കുടിക്കുന്ന കാലം വരും. ആനന്ദാ, നിന്റെ ഭ്രാന്ത് മാറണമെങ്കിലേ ഊളംപാറ തന്നെ പോ. 11 മണിക്കൊരു വണ്ടിയുണ്ട്, വിട്ടോ. എന്റെ മമ്പത്ത തങ്ങളെ പല സൈസ് പിരാന്തന്മാരെ കണ്ടിരിക്കുന്നു. ഇജ്ജ് ആദ്യം ഒരു പിരാന്തൻ ആദ്യമായിട്ടാ കാണുന്നത്. ഡൽഹി യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? അത്യുഗ്രൻ. നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു, നീയൊഴിച്ച്. പിന്നെ പ്രവീൺ സാർ നിന്നെ പ്രത്യേകം അന്വേഷിച്ചിരുന്നു. ഹലോ. കൺഗ്രാറ്റുലേഷൻസ് അനന്തേട്ടാ. എന്തിനെ? അതൊക്കെ ഉണ്ട്, പറയാം. ചെലവുണ്ട് കേട്ടോ. നീ കാര്യം പറ. അതെ, ഈ വർഷത്തെ ഏറ്റവും നല്ല പരിസ്ഥിതി പ്രവർത്തകനുള്ള നാഷണൽ അവാർഡ് അനന്തേട്ടനാ. അതും കേരളത്തിൽ നിന്ന് അനന്തേട്ടൻ മാത്രം. വെറുതെ സൂചിപ്പിക്കണ്ട. സൂചിപ്പിക്കലല്ല, സത്യം. ഡൽഹി ബ്യൂറോയിൽ നിന്ന് ഞാൻ അറിഞ്ഞതാ. അപ്പൊ ശരി, എന്നാ നമുക്ക് വൈകിട്ട് കാണാം. ഓക്കേ. ഓക്കേ. ഏത്, നമ്മുടെ അനന്തനോ? യെസ്, മൈ ഫ്രണ്ട് അനന്തൻ. കാശ് വല്ലതും കൊടുത്തോ? ഈ രോഗത്തിന്റെ പേരാണ് അസൂയ. കാശ് കൊടുത്ത് അവാർഡ് വാങ്ങേണ്ട ഗതികേടൊന്നും അനന്തേട്ടനില്ല. എന്താണെന്താ വിശേഷം? ഈ വർഷത്തെ പരിസ്ഥിതി പ്രവർത്തകനുള്ള നാഷണൽ അവാർഡ് എനിക്കാണത്രേ. ഓക്കെ, അഡ്വാൻസ് കൺഗ്രാറ്റുലേഷൻസ്. പ്രകൃതി സംരക്ഷണത്തിന് വിവിധ രീതിയിലുള്ള സംഭാവനകൾ നൽകിയ നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട ഈ കോളേജിന്റെ പൊന്നോമന പുത്രനായ അഭിമാനതാരമായ ശ്രീ കെ അനന്തൻ ഇവിടെ സന്നിഹിതനാണ്.
ഞങ്ങളുടെ എളിയ ആദരവ് സ്വീകരിക്കുന്നതിനും കോളേജ് പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട മോഹൻ ബാബു സാറിൽ നിന്ന് പൊന്നാട സ്വീകരിക്കുന്നതിനുമായി നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട ശ്രീ അനന്തനെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമുക്കറിയാം, ഭാരതീയ സംസ്കൃതിയിൽ പ്രകൃതി അമ്മയാണ്, പ്രകൃതി ദേവിയാണ്. ചരിത്രാതീത കാലം മുതൽക്ക് തന്നെ പ്രകൃതിയുമായി അഭേദ്യമായി ബന്ധപ്പെട്ട ഒരു ജീവിത ശൈലിയായിരുന്നു നമ്മുടെ നാട്ടിൽ, ഭാരതത്തിൽ ഉണ്ടായിരുന്നത്. നാം പറഞ്ഞു കേട്ടിട്ടുണ്ട്, വേദേതിഹാസങ്ങളുടെ കാലം മുതൽ തന്നെ ഭൂമിയിൽ കലപ്പിയുന്ന കർഷകൻ അമ്മേ മറ്റു മാർഗങ്ങളില്ലാത്തതുകൊണ്ട് ഇത്തിരി നോവിച്ചോട്ടെ എന്ന് ചോദിക്കുമായിരുന്നു. ആ മഹാപാരമ്പര്യത്തിൻ്റെ, ആ മഹാസംസ്കാരത്തിൻ്റെ വക്താക്കളാണ് നാം. അതിൻ്റെ പാരമ്പര്യം നമുക്ക് ഇനിയും തുടരേണ്ടിയിരിക്കുന്നു. ആൾക്കൂട്ടത്തിൻ്റെ ആരവങ്ങൾക്ക് കാതോർക്കാതെ തികച്ചും ഏകാന്തവും മൗലികവുമായ ഒരു പ്രവർത്തന ശൈലിയിലൂടെ അനന്തൻ ഇവിടെ ഒരു പുതിയ പാതയൊരുക്കിയിരിക്കുകയാണ്. ആ പാതയിലൂടെ ചരിക്കുമ്പോൾ നമ്മളൊക്കെ പ്രകൃതി സ്നേഹത്തിൻ്റെ, പ്രകൃതി സംരക്ഷണത്തിൻ്റെ ഒരു പുതിയ അധ്യായം നമ്മുടെ കാലത്ത് രചിക്കപ്പെടുകയാണ്. ഇനി പ്രിയപ്പെട്ട അനന്തന് നമ്മളോട് എന്തെങ്കിലും പറയാനുണ്ടാകും. അതിനായി അനന്തനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ദൈവത്തിനു നന്ദി. എന്റെ ഈ യാത്രയിൽ നിഴലുപോലെ പിന്തുടർന്ന ആതിരയ്ക്കും കൂടി അവകാശപ്പെട്ടതാണ് ഈ അംഗീകാരം. നന്ദി, നന്ദി, നമസ്കാരം. നമ്മളെല്ലാവരും മണ്ണിലേക്ക് പോണ്ടവരല്ലടോ. അപ്പൊ ഇവിടെ ഇത്തിരി മണ്ണ് വേണ്ടേ? മണ്ണിനെ സംരക്ഷിക്കാൻ ഇവിടെ മരങ്ങളും വേണ്ടേ? നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ നമ്മളെ സംരക്ഷിക്കുന്ന ഇവറ്റകൾക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണോ? യെസ്, അനന്തൻ പറഞ്ഞത് ശരിയാ. പ്രകൃതിയെ നാം തൊട്ടറിയുമ്പോഴാണ് മനുഷ്യൻ യഥാർത്ഥ മനുഷ്യനാവുന്നത്. അതെ. ഇനി മീഡിയാസിലെല്ലാം അനന്തൻ നിറഞ്ഞു നിൽക്കും. അനന്തനെ ഭ്രാന്തനെന്ന് വിളിച്ചവർക്ക് ഒരു നല്ല മറുപടിയായി. പത്രത്തിൽ ഫോട്ടോ വരാനോ ചാനൽ ചർച്ചയ്ക്കോ വേണ്ടിയല്ല ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ആളുകൾ എന്തും പറഞ്ഞോട്ടെ, വിളിച്ചോട്ടെ, പക്ഷേ ഞാൻ ഇങ്ങനെയാ. വിശക്കുന്ന ഭൂമിയിൽ വിഷവിത്തു പാകിയിട്ട് മണ്ണിനെ കൊന്നവരാരാണ്? വിശക്കുന്ന ഭൂമിയിൽ വിഷവിത്തു പാകിയിട്ട് മണ്ണിനെ കൊന്നവരാരാണ്? ഈ മണ്ണിനെ കൊന്നവരാരാണ്? താരാട്ടു കേൾക്കുന്ന കുഞ്ഞിന്റെ കാതിലായി പൊട്ടിത്തെറിക്കുന്നു ഘോരശബ്ദം. താരാട്ടു കേൾക്കുന്ന കുഞ്ഞിന്റെ കാതിലായി പൊട്ടിത്തെറിക്കുന്നു ഘോരശബ്ദം. പച്ച പുതച്ചൊരു മണ്ണിന്റെ മാറിനെ കീറിപ്പൊളിച്ചതും ആരാണ്? പച്ച പുതച്ചൊരു മണ്ണിന്റെ മാറിനെ കീറിപ്പൊളിച്ചതും ആരാണ്? കത്തുന്ന കാടിന്റെ നിലവിളി കേട്ടപ്പോൾ പൊട്ടിച്ചിരിച്ചവരാരാണ്? കത്തുന്ന കാടിന്റെ നിലവിളി കേട്ടപ്പോൾ പൊട്ടിച്ചിരിച്ചവരാരാണ്? നാളെ ഈ ഭൂമിയിൽ പിച്ച വെച്ചിടുവാൻ മക്കൾക്കുമിത്തിരി മണ്ണു വേണ്ടേ? നാളെ ഈ ഭൂമിയിൽ പിച്ച
വെച്ചിടുവാൻ മക്കൾക്കുമിത്തിരി മണ്ണു വേണ്ടേ, മക്കൾക്കുമിത്തിരി മണ്ണു വേണ്ടേ, മക്കൾക്കുമിത്തിരി മണ്ണു വേണ്ടേ.